മുഖ്യമന്ത്രി മറ്റേ പിണറായി വിജയൻ തന്നെ വരണമെന്നാണ്. ചെന്നിത്തല. രമേശ് ചെന്നിത്തലയായിരിക്കും. ഓക്കെ, അയാളാണ് മുതിർന്ന നേതാവ്. അയാൾക്ക് ചാൻസ് കൂടുതൽ. അതോ രമേശനാണോ? രമേശനം വരില്ല. KC ആണോ? ഇല്ല. അക്കാര്യത്തിൽ ഉറപ്പായി. തർക്കം കൂടി കഴിഞ്ഞാൽ പ്രിയങ്കാന്തി മിനിസ്റ്ററാവും. വേണ്ടി വന്നാൽ നേരിട്ട് കൊടുത്ത മുഖ്യമന്ത്രി ആയിക്കോട്ടെ. അടുത്ത മുഖ്യമന്ത്രി നമ്മുടെ ആഗ്രഹത്തില് ശോഭ ചേച്ചി ആവണമെന്നാണ് ആഗ്രഹം. സതീശനാണ് ഇതിപ്പോ ചത്ത കോൺഗ്രസ് എന്ന് പറഞ്ഞു നേരത്തെ ഉയർത്തെഴുന്നേൽപ്പിച്ച് കോൺഗ്രസിനാക്കി. അപ്പൊ അയാൾക്ക് തന്നെ മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കും. ആര് വന്നാലും നന്നായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തോട്ടെ. മുഖ്യമന്ത്രി പിണറായി വിജയനാവാൻ സാധ്യത. പിണറായി വിജയൻ തന്നെ തുടരും. LDF ഒന്ന് മാറി കിട്ടിയാൽ മതി. UDF വരും. പക്ഷെ ഇവരിലാരാണോ പിണറായി വേണ്ട. ഓക്കെ, വേറെ ആരായാലും കുഴപ്പമില്ല. മൂന്നാം പിണറായി സർക്കാർ. ഓക്കെ, സംശയിക്കാനേ ഇല്ല. അത് സംശയിക്കാനൊന്നുമില്ല. സേഫ് ഗാർഡിൻ്റെ പേര് തൃശ്ശൂരാണ്. വോട്ടെണ്ണാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. കേരളത്തിൽ ആര് ഭരിക്കും? ആരാവും കേരളത്തിലെ മുഖ്യമന്ത്രി? നമുക്ക് അന്വേഷിക്കാം. ആരായിരിക്കും കേരളത്തിൻ്റെ അടുത്ത മുഖ്യമന്ത്രി? മുഖ്യമന്ത്രി വി ഡി സതീശൻ. കോൺഗ്രസ് വരും. സതീശൻ തന്നെയാണോ? അതോ ഉറപ്പാണോ? അതോ രമേശനാണോ? രമേശനം വരില്ല. KC ആണോ? ഇല്ല. അക്കാര്യത്തിൽ ഉറപ്പായി. സതീശൻ തന്നെയായിരിക്കും. വി ഡി സതീശൻ കേരളം ഭരിക്കും. അവിടെ നാട്ടുകാർ പറയുന്ന അവിടുത്തെ തർക്കമൊക്കെ ഉണ്ടെന്ന്. ഒരു തർക്കമില്ല. വെറുതെ പറയുന്നതാണ്. സതീശൻ തന്നെ കേരള മുഖ്യമന്ത്രി. വി ഡി സതീശൻ. ഓക്കെ ചേട്ടാ, എന്താ അഭിപ്രായം? ഈ പറഞ്ഞ ശരിയാണോ? വി ഡി സതീശൻ കേരള മുഖ്യമന്ത്രി. എന്നാലും നമ്മൾ വോട്ട് ചെയ്തല്ലേ? വരേണ്ടത് നമ്മുടെ മുഖ്യമന്ത്രി അല്ലേ? ആരെങ്കിലും വന്നാൽ മതിയോന്നേ. ആര് വന്നാലും നമ്മൾ സഹിച്ചു എന്നാണോ? നമ്മൾ പണ്ടെടുത്താണ് ജീവിക്കുന്നത്, അല്ലാണ്ട് വെറുതെ ജീവിക്കുന്നില്ല. നമുക്ക് അവരൊന്നും തരാനില്ല. അല്ല, തരുന്നില്ലേ? ആൾക്കാർക്കൊക്കെ ഓരോ മിനിസ്ട്രിയല്ലേ ഓരോന്നൊക്കെ ചെയ്തു കൊടുക്കുന്നത്. ഇപ്പൊ പെൻഷൻ കിട്ടുന്നുണ്ട്. പെൻഷൻ മുടങ്ങാണ്ട് കിട്ടുന്നുണ്ട്. അതിലിപ്പോ കുഴപ്പമൊന്നുമില്ല. അപ്പൊ അതിലിപ്പോ മാസം പലിശ അവര് സ്കൂളിൽ വന്നു മാർക്കിക്കാർ. ഇപ്പൊ ആര് വന്നാലും ഈ സർക്കാർ തന്നു. അപ്പൊ ഇനിയിപ്പോ ആരും വന്നാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, എല്ലാരും മാറി ഭരിക്കട്ടെ. ഭരിക്കട്ടെ. അവരോട് വരട്ടെ അല്ലേ? കേരളത്തിന്റെ അടുത്ത് മുഖ്യമന്ത്രി ആരായിരിക്കും എന്നല്ല അറിഞ്ഞോ? വോട്ടൊക്കെ എണ്ണാൻ പോവല്ലേ? ഈ ഗവൺമെന്റ് നിലനിൽക്കുന്ന ഗവൺമെന്റ് എന്നാണ് എൻ്റെ അഭിപ്രായം. പിണറായി വിജയൻ തന്നെ ആയിരിക്കും. അങ്ങനെയാവും. ഓക്കെ, അതാവട്ടെ. അതെ, ആളുകൾക്ക് വേണ്ട ഉപകാരങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവർ തന്നെ വരട്ടെ. റോഡുകളൊക്കെ വളരെ നന്നായിട്ടുണ്ട്. പിന്നെ പാലങ്ങള് വളരെയധികം അതും ശരിയായിട്ടുണ്ട്. എല്ലാ ജനങ്ങൾക്കും ഉപകാരമാണ്. പ്രായം 45-40 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്കൊക്കെ 1000 രൂപ വെച്ച് അതും കൊടുക്കുന്നുണ്ട്. ഇതുവരെ ആരും ചെയ്യാത്തൊരു സംഗതിയാണ് ഇപ്പോഴത്തെ മന്ത്രിസഭ ചെയ്തു വെച്ചിട്ടുള്ളത്. തിരിച്ചു വരണം. അതുകൊണ്ട് അവർ തന്നെ വരുന്നതാണ് എൻ്റെ അഭിപ്രായം. ചെയ്യാനൊന്നുമില്ല. നല്ല ഭരണം കാട്ടിയിട്ടുള്ള പിന്നെ വേറെ ആരാളെ. അതാണ്. അതുകൊണ്ട് വരട്ടെ. അത് വികസനങ്ങളും കാര്യങ്ങളും നോക്കണ്ടേ? എന്തൊക്കെ വികസനങ്ങളുണ്ട്? സ്കൂളുകള്, പാലങ്ങള്, റോഡുകള്. പിന്നെ അഴിമതി ഇല്ലാത്തൊരു ഭരണമായില്ലേ? അതെ, അതുകൊണ്ട് അവർ വരട്ടെ. ആഗ്രഹം. ഓക്കെ, ആര് വരുന്ന അറിയില്ല. ഓക്കെ, താങ്കളുടെ അഭിപ്രായം ആരാണ്? ഞാനൊരു അഭിപ്രായം പറഞ്ഞ് ശരിയാവില്ല. ആരായാലും കുഴപ്പമൊന്നുമില്ലെന്നാണോ? ചേട്ടാ, ആരായിരിക്കും അടുത്ത മുഖ്യമന്ത്രി? ചെന്നിത്തല. രമേശ് ചെന്നിത്തലയായിരിക്കും. ഓക്കെ, അയാളാണ് മുതിർന്ന നേതാവ്. അയാൾക്ക് ചാൻസ് കൂടുതൽ. പക്ഷേ ഈ ഇലക്ഷന്റെ കാര്യങ്ങളിൽ ഈ നേതൃത്വം വഹിച്ച, അതായത് ഈ പ്രചരണങ്ങൾക്കൊക്കെ നേതൃത്വം വഹിച്ച വി ഡി സതീശനാണ്. അയാൾ വെറുതെ പടായി ഇങ്ങനെ ഓരോന്ന് വിളിച്ച് പറയലാണ്ട് ഒരു കാര്യമില്ല. അയാൾക്ക് അതിനുള്ള പക്കറ്റും ഇല്ല. ബെടായി സതീശൻ വരണ്ടെന്നാണോ? അല്ല, ഇന്ന് ചെന്നിത്തലാണ് മുഖ്യമന്ത്രിക്ക് യോഗ്യനായിട്ടൊരു നേതാവ്. കാരണം കോൺഗ്രസിൽ ഇപ്പോൾ ഉള്ള സീനിയർ പേഴ്സൺ. അതെ, അയാളൊരു മുതിർന്ന നേതാവാണ്. ഇത് ഇത്ര പറയാനുള്ളത്. സതീശൻ ആഗ്രഹമുണ്ട്. ആഗ്രഹമില്ലാത്ത ആർക്കത് സുധാകരനുണ്ട്, പലർക്കും ആഗ്രഹമുണ്ട്. അതിൽ അർത്ഥമില്ലല്ലോ. അതിനുണ്ട്. ഇതില് എൻ്റെ അഭിപ്രായത്തിൽ ചെന്നിത്തലാണെങ്കിൽ യോഗ്യൻ ആളാണ്. വരട്ടെ. അതെന്റെ ശരി. അടുത്ത കേരള മുഖ്യമന്ത്രി ആരായിരിക്കും? ഉറപ്പില്ല. എന്നാലും ആഗ്രഹം, പ്രതീക്ഷ UDF വരും. UDF എന്ന് പറയുമ്പോൾ സതീശൻ വേണോ, രമേശൻ വേണോ, KC അവിടെ എന്തോ തർക്കമുണ്ടെന്നൊക്കെ ഞാൻ കേൾക്കുന്നത്. എനിക്കറിയില്ല, ഞാനിതിൽ അങ്ങനെ ഇൻവോൾവ് അല്ല. എനിക്ക് താല്പര്യമില്ല. എങ്കിലും UDF വരട്ടെ എന്നാണ്. അതാ UDF വോട്ട് ചെയ്തതുകൊണ്ട് UDF വരട്ടെ എന്നാണ്. ആര് വന്നാലും നന്നായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തോട്ടെ. എല്ലാ കാര്യങ്ങളും ചെയ്യട്ടെ. രാജ്യത്ത് സമാധാനം ഉണ്ടാവട്ടെ അല്ലേ? അടുത്ത കേരള മുഖ്യമന്ത്രി ആരായിരിക്കും? ഇലക്ഷൻ കഴിഞ്ഞല്ലോ. ഇപ്പം നമുക്കറിയാൻ കഴിയും ആരായിരിക്കും. പ്രചരണം എല്ലാം കഴിഞ്ഞ് ചർച്ചകളൊക്കെ കഴിഞ്ഞു. ആരായിരിക്കും?
മുഖ്യമന്ത്രി പിണറായി വിജയനാവാൻ സാധ്യത. പിണറായി വിജയൻ തന്നെ തുടരും, സംശയമൊന്നുമില്ല. അങ്ങനെയാണെന്ന് തോന്നുന്നത്. ഈ ട്രെൻഡ് കണ്ടിട്ട് അങ്ങനെയാ തോന്നുന്നു, അങ്ങനെയാണ് തോന്നുന്നത് അല്ലേ? ഓക്കെ. സതീശൻ സതീശനായിരിക്കും കേരള മുഖ്യമന്ത്രി. UDF വരും. സതീശൻ തന്നെയാണോ, അതോ രമേശൻ വരുമോ, അതോ KC വേണുഗോപാൽ വരുമോ? ഒരു 3 പേരും എന്തോ തർക്കം ഉണ്ടെന്ന് കേൾക്കുന്നുണ്ട്. KC വേണുഗോപാലായിട്ട് തർക്കം മെയിനായിട്ട് ഇപ്പൊ KC വേണുഗോപാലിനെ നിൽക്കണം. പുള്ളിയായിട്ടാണ് തർക്കം. വരുമോ? സതീശന്റെ വരണമെന്ന് ആഗ്രഹം. ഇവരാരായാലും കുഴപ്പമില്ല. സതീശനോ രമേശനോ ആരായാലും കുഴപ്പമില്ല. UDF വന്നാൽ മതി. LDF ഒന്ന് മാറി കിട്ടിയാൽ മതി. മാറി കിട്ടണം. അതല്ലേ തോറ്റിട്ടിരിക്കണേ. ഓക്കെ. കോൺഗ്രസ് വരണമെന്നാണ് ആഗ്രഹം. കോൺഗ്രസ് വരണമെന്ന് പറയുമ്പോൾ ആര് വരണം? സതീശൻ, VD സതീശൻ, രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ. അതിലാരാണ്? ഏതെങ്കിലും ഒരാൾ വന്നാൽ മതി. അതിലാരെങ്കിലും വന്നാൽ മതി. അവരെ ഇടികൂടിക്കൊണ്ടിരിക്കുക കോൺഗ്രസ്സുകാര്. കോൺഗ്രസ്സുകാർ ഇടി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ആരൊക്കെയാണ്? VD സതീശൻ, വേണുഗോപാല്, പിന്നെ രമേശ് ചെന്നിത്തല. 3 പേര് ഇടികൂടിക്കൊണ്ടിരിക്കുക. ആരാവണമെന്ന് അവര് 3 അപ്പൊ ഒരാളാവുന്നു വിചാരിക്കും. UDF വരും. UDF വരും. പക്ഷെ ഇവരിലാരാണോ അവർ ആദ്യം? അതാരാന്ന് അറിയില്ല. ഇടികൂടിയിട്ട് ആരെ ജയിക്കില്ല അവര് വരും. ഇടിയൊക്കെ ഒന്ന് കഴിഞ്ഞ് വിശ്രമിക്കട്ടല്ലേ, എന്നിട്ട് അവര് തീരുമാനിക്കട്ടെ. ഓക്കെ. ആരാവും മുഖ്യമന്ത്രി? അടുത്ത മുഖ്യമന്ത്രി നമ്മുടെ ആഗ്രഹത്തില് ശോഭ ചേച്ചി ആവണമെന്നാണ് ആഗ്രഹം. ശോഭാ സുരേന്ദ്രൻ കേരളത്തിലെ മുഖ്യമന്ത്രി ആവുമോ? ആഗ്രഹം. പ്രാക്ടിക്കലി അത് ആവുമോ? നോക്കാം. ഇത്തവണ ആവുമെന്നാണ് ഞാൻ ചോദിച്ചത്. ആവില്ല എന്നല്ല, മാറ്റം വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് പ്രതീക്ഷ, എല്ലാ മേഖലയിലും മാറ്റം വരുന്നുണ്ടല്ലോ. അതുകൊണ്ടൊക്കെ പ്രതീക്ഷിക്കാം, ആഗ്രഹിക്കാം. എന്താണ് അഭിപ്രായം? എൻ്റെ അഭിപ്രായം എനിക്ക് ചന്ദ്രശേഖർ, നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ്, അദ്ദേഹം ആവണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഓക്കെ. എന്തായാലും NDAയുടെ ഒരു കാൻഡിഡേറ്റ് ആയിരിക്കണം, അല്ലേ? NDAയുടെ പ്രതിനിധി വേണം കേരളത്തിലെ മുഖ്യമന്ത്രി ആവാൻ. എങ്കിലേ നമ്മുടെ കേരളം നന്നാവുള്ളൂ, കേരളത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ. കാരണം കേരളം എന്നും നമ്മൾ ഇവിടെ അധപതിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ യുദ്ധ അടിസ്ഥാന കാലത്ത് ഇപ്പൊ നമുക്ക് ഗ്യാസിനും മറ്റുള്ള പലവ്യഞ്ജന സാധനങ്ങൾക്കും ഒക്കെ വില കൂടിക്കൊണ്ടിരിക്കുക. അതൊരു ആഗോള പ്രതിഭാസമല്ലേ? ലോകം മുഴുവൻ ആ പ്രശ്നമാണ്. ലോകത്തൊരിടത്തും ഗ്യാസ് കിട്ടാനില്ല. കേരളത്തിൽ മാത്രമല്ല, ഗ്യാസിന്റെ മാത്രമല്ല മൊത്തത്തിലുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ പറഞ്ഞത്. എന്തായാലും ചന്ദ്രശേഖർ വരട്ടെ. അപ്പൊ ആര് വേണമെന്നാണ്? ഇന്ത്യയുടെ മുഖ്യമന്ത്രി ആയാലും കുഴപ്പമില്ല. ഇന്ത്യയുടെ മുഖ്യമന്ത്രി ആയാലും കുഴപ്പമില്ല. ആയാലും കുഴപ്പമില്ല. ഗുണം ചെയ്യുന്ന നല്ലൊരു മുഖ്യമന്ത്രി. അതിപ്പോ NDA വേണോ, UDF വേണോ, LDF വേണോ? പിണറായി വേണ്ട. ഓക്കെ. വേറെ ആരായാലും കുഴപ്പമില്ല. മിക്കവാറും സതീശനായിരിക്കാം. UDF വരും. UDF തീർച്ചയായിട്ടും വരും. സതീശനായിരിക്കും. സതീശനായിരിക്കാം. പക്ഷെ അവിടെ എന്തോ ഒരു തർക്കമുണ്ട്. സതീശനും രമേശ് ചെന്നിത്തലയാണ് നമുക്കെല്ലാം താല്പര്യം. ചെന്നിത്തലയാണ് താല്പര്യം. ഇടയ്ക്ക് KC വേണുഗോപാലിന്റെ പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട്. ചെന്നിത്തലയാണല്ലോ പഴയ നമ്മളെ സീനിയർ മെമ്പർ പുള്ളിയാണ്, അല്ലേ? പക്ഷേ ഈ KCയുടെ പേര് ഹൈക്കമാൻഡിൽ നല്ല പിടിയാണ് പുള്ളിക്ക്. എന്നാലും ഈ രണ്ടുപേരില് ചെന്നിത്തല സതീശൻ, അവർ രണ്ടുപേരിൽ ഒരാൾ മതി, അല്ലേ? അപ്പൊ എന്താ പ്രതീക്ഷ? ആരായിരിക്കും അടുത്ത മുഖ്യമന്ത്രി? VD സതീശൻ തന്നെയാവുള്ളൂ. സതീശനേ ആവുള്ളൂ. സതീശൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇലക്ഷന്റെ പ്രകടനത്തിന് മൊത്തം മുന്നിലുള്ള സതീശനാണ്. സതീശനാണ് ഇതിപ്പോ ചത്ത കോൺഗ്രസ് എന്ന് പറയും. നേരത്തെ സതീശനാണ് ഉയർത്തെഴുന്നേൽപ്പിച്ച് കോൺഗ്രസിനാക്കി. അപ്പൊ അയാൾക്ക് തന്നെ മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കും. പുള്ളിക്കാരനാണ് അത്രയും കഷ്ടപ്പെട്ടത്. ഒടുവിൽ മണ്ണും ചാരി എന്നോ പെണ്ണും കൊണ്ട് പോവോ? അത് പാടില്ല, സമ്മതിക്കില്ല. ജനങ്ങളെ വേണുഗോപാല് അതൊന്നും സമ്മതിക്കില്ല. ജനങ്ങൾ സമ്മതിക്കില്ല. രമേശ് ചെന്നിത്തല ആയാലും വേണുഗോപാലായാലും എതിർപ്പാണ്. VD സതീശൻ തന്നെ ആവണം. ആഗ്രഹം ഇപ്പം അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളിപ്പം ചിന്തിക്കുന്നത് മുഖ്യമന്ത്രി മറ്റേ പിണറായി വിജയൻ തന്നെ വരണമെന്നാണ്. എന്താണ് അങ്ങനെ പറഞ്ഞത്? അതിന് പറയാൻ കാരണമുണ്ട്. കാരണം ഈ നക്കാപ്പിച്ച കാര്യങ്ങൾക്കൊക്കെ വൈദ്യപ്പഴപ്പ് നടക്കുമല്ലോ പാവപ്പെട്ടവന്റെ കാര്യത്തിൽ. അത് നമ്മൾ കഴിക്കുന്നുണ്ട്. അല്ലാണ്ട് വലിയ അഖിലേന്ത്യൊന്നും പോണില്ല. സാമ്പത്തിക ഘടനയെ മറ്റേ അമേരിക്ക ഇംഗ്ലണ്ടിലേക്ക് വരണമെന്ന്, ഇംഗ്ലണ്ടിൽ നിന്ന് നേരെ നമ്മുടെ കേരളത്തോട്ട് വരണമെന്ന് നോക്കണില്ല. സ്വാഭാവികമായിട്ട് ഒരു സാധാരണക്കാരൻ പട്ടണിക്കാരന് ഒരു 10 രൂപ കിട്ടുന്ന ഒരു വഴി അത് പിണറായി സർക്കാരിന്റെ വകുപ്പിൽ കൂടെ വന്നു. ഇപ്പൊ മറ്റവനുണ്ടായിരുന്നു. നമുക്ക് ഉദ്ഘാടനം ചെയ്ത് വേറെ ഒരുത്തൻ, പക്ഷെ ഇപ്പൊ തരുന്നോണ്ടിരിക്കുന്നത് വേറെ ഒരുത്തൻ. അപ്പൊ ഇപ്പൊ തരുന്നവനല്ലേ വലിയവൻ. ഇന്ന് വലിയ ഭക്ഷണം തരുന്നവനല്ലേ നമുക്ക് ഇന്ന് വലിയ. തീർച്ചയായും അതാ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. അത് തുടരട്ടെ. അത് തുടരട്ടെ. മിനിസ്റ്റർ ആയിരിക്കും. ആരായിരിക്കും മുഖ്യമന്ത്രി?
വി.ഡി. സതീശനാണോ സംശയം ഉണ്ടാവാൻ സാധ്യത കൂടുതലുണ്ട്. പക്ഷെ അവിടെ എന്തോ തർക്കമൊക്കെ ഉണ്ടെന്നാണ്. തർക്കമുള്ള കോൺഗ്രസിൽ അതെ, സ്വാഭാവികമാണത്. ഇപ്പോൾ രമേശ് ചെന്നിത്തല മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും മിനിസ്ട്രിയിൽ പോലെ സീനിയർ മെമ്പറുമാണ്. അതെ വി.ഡി. സതീശന് ചാൻസ്. ആണ്. അതുപോലെ തന്നെ ഹൈക്കമാൻഡ് നല്ല പിടിയാണ് കെ.സി. വേണുഗോപാലിന്. രാഹുൽ ഗാന്ധി പിന്നെ അല്ലെങ്കിൽ സോണിയ നെഹ്റു ഫാമിലിയായിട്ട് നല്ല അടുപ്പമാണ്. തർക്കം കൂടി കഴിഞ്ഞാൽ പ്രിയങ്കാന്തി മിനിസ്റ്റർ ആവും. വേണ്ടി വന്നാൽ നേരിട്ട് കൊടുത്ത മുഖ്യമന്ത്രി ആയിക്കോട്ടെ, ആ കുഴപ്പമില്ല. ആവാലോ. എന്തായാലും യു.ഡി.എഫ് വരും. യു.ഡി.എഫ് വരും അല്ലേ? ഇതാണ് നമ്മൾ കേട്ട് കഴിഞ്ഞതാണ് തൃശ്ശൂരിലെ ജനങ്ങളുടെ അഭിപ്രായം. ഇനി മറ്റൊരു പ്രദേശത്തെ അഭിപ്രായം നമുക്ക് അന്വേഷിക്കാം. വീണ്ടും കാണാം. താങ്ക് യു.